നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓ, ഇപ്പോ മനസ്സിലായി. പ്രതി എവിടെ സാറേ? പ്രതിയുടെ ഫോട്ടോ പോലും ഇപ്പൊ ഇവിടെ ഒന്നും കാണുന്നില്ല. അന്വേഷണം എവിടെ വരെയായി? അതിന്റെ നാൾ വഴികളൊന്ന് പറഞ്ഞു തന്നാ കേൾക്കാം. അല്ല, അന്വേഷണത്തിന്റെ നാൾ വഴികളെ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് ന്യൂസ് കേൾക്കുന്നേ. എടോ SCP, കൊല്ലപ്പെട്ടത് എന്റെ അനിയനാണ്, അല്ല തന്റെ അമ്മായിയപ്പനൊന്നുമില്ല. എടോ, സ്വന്തം അമ്മായിയപ്പൻ ആരാണെന്ന് അറിയാത്തൊരുത്തനാ ഞാൻ. മനസ്സിലായില്ലല്ലേ? ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അനിയനെ തട്ടിയ പ്രതിയെ അന്വേഷിച്ചാണ് സാറ് വന്നതെങ്കിൽ ആ സാധനം ഇവിടെ ഇല്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് അറിയിക്കാം. അപ്പൊ വന്നാ മതി. ഇവിടെ പുതിയ ആളാണല്ലേ, അധികം വിളയണ്ട. രുദ്രൻ ചോദിക്കും, താൻ ഉത്തരം തന്നാ മതി. ആ പ്രതി പോലീസിന്റെ മൂക്കിന്റെ മുന്നിൽ കൂടി സ്വൈര്യ വിഹാരം നടത്തുന്നുണ്ടല്ലോ. താൻ എന്താണ് പിടിക്കാത്ത? സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ച് തിന്നാൻ കാണിക്കുന്ന തിടുക്കം പ്രതിയെ പിടിക്കാൻ കാണിക്കാത്ത? പ്രതി പോലീസിന്റെ മൂക്കിൻ കീഴിൽ സ്വൈര്യ വിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടുപോവാ. റോസ്മേരി ഹോസ്റ്റലിലെ 5 പെമ്പിളരുമായിട്ട് പ്രതിക്ക് കണക്ഷൻ ഉണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ആ ഹോസ്റ്റലിൽ അവരെ കാണാൻ പോകുന്നുമുണ്ട്. 5 സുന്ദരിമാരിൽ ഒരാളുടെ രഹസ്യ കാമുകനാണ് അവൻ. മാനം മര്യാദയ്ക്ക് നടക്കുന്ന പെൺകുട്ടികളെ പറ്റി അനാവശ്യം പറയരുത്. സംശയം അത് അനാവശ്യമാണെങ്കിലും രുദ്രൻ പറയും. ആ പ്രതിയുടെ ഷെൽട്ടർ 5 സുന്ദരികളാ, അത് തനിക്കും അറിയാം. താനും പ്രതിയെ സംരക്ഷിക്കുകയാണല്ലേ? ആ പ്രതി എനിക്ക് വേണം. അവനെ താൻ പിടികൂടിയില്ലെങ്കിൽ തന്റെ പിടിവള്ളി പൊട്ടിപ്പോ. താനെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? തന്റെ അനിയനെ കൊന്നവനെ പിടിക്കുക മാത്രമല്ല പോലീസിന്റെ ജോലി. പ്രതിയെ പിടിച്ചില്ലെങ്കിൽ താൻ എന്നെ ഡിസ്മിസ് ചെയ്യോ? എന്നാലത് ചെയ്, അത് കഴിഞ്ഞ് പ്രതിയെ പിടിക്കാം. എന്റെ അനിയൻ പോയതിന്റെ വേദന തനിക്കറിയില്ലൂടെ SCP. പ്രതിയെ പൊക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അവനെ പൊക്കും. തന്റെ മുന്നിൽ കൊണ്ടിട്ട് വരും. പിന്നെ തന്റെ തലയിൽ തൊപ്പി ഉണ്ടാവില്ല. സാറേ, അവരുമായിട്ട് മുട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനാണ് ഇവന്റെയൊക്കെ കൊട്ടുകൊള്ളുന്നത്? ഒരിടത്തുനിന്ന് DGPയുടെ കൊട്ട്, ഇവിടെ വന്നപ്പോ ഇവന്മാരുടെ തട്ട്. വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. ആ പ്രതി എവിടെ പോയി മുങ്ങിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ സാർ, എന്ത് പറ്റി? എന്താന്നറിയില്ല, പെട്ടെന്ന് തലയിലൊരു മിന്നിപ്പിടുത്തം പോലെ ഒരു തലവേദന. ഹോസ്പിറ്റലിൽ പോണോ സാർ? വേണ്ട, താമ്പയ്ക്കോ. എന്താ സാർ, റെസ്റ്റ് എടുക്കും. വൃന്ദയും അനന്യയും ആരവിനെ കാവലിരുത്തി നന്നായി. അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങി നടന്ന ആകെ പ്രശ്നമായനെ. അവൻ എന്തോ ഒരു പ്രത്യേക കഴിവുണ്ട്. എന്ത് കഴിവ്? മാജിക് കാണിച്ചാണോ കഴിവ്? പിന്നില്ലേ, അതുകൊണ്ടല്ലേ നിധിച്ചിയുടെ ഫോൺ അനുവിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത്. അത് അവന്റെ കഴിവ് തന്നെയാ. ആരവിന്റെ കഴിവിനെ പറ്റി നിങ്ങളാരും തർക്കിക്കണ്ട. എന്തൊക്കെയോ സൂത്രപ്പണികൾ അവൻ അറിയാം. അതുകൊണ്ട് ആർക്കും അവനെ പിടിക്കാൻ കഴിയാത്ത. എന്നാലും അതെന്ത് സൂത്രപ്പണി?
എന്തൊരു ശബ്ദമായിരുന്നു, ഞാൻ ശരിക്കും പേടിച്ചുപോയി. എന്തുവാടി, തലയ്ക്ക് മുകളിൽ 4-5 ബലൂണുകൾ പൊട്ടിത്തെറിച്ചപ്പോ പേടിച്ചു പോയോ? ബലൂൺ പൊട്ടിയപ്പോ ബോംബാണെന്ന് കരുതിയോ? നിങ്ങൾ ഭയങ്കര ധൈര്യശാലികളാണെന്ന് പറഞ്ഞിട്ട് ബലൂൺ പൊട്ടിയപ്പോ പേടിച്ചു പോയല്ലോ. പൊട്ടാസ് പൊട്ടിയ പേടിച്ച് നിലവിളിക്കുന്ന നിന്റെയൊക്കെ ധൈര്യം ഇത്രേ ഉള്ളോ? മേഘയുടെ പേടിച്ച മുഖം കണ്ടിട്ടേ എനിക്ക് ചിരിക്കാനാ തോന്നിയത്. ബലൂൺ പൊട്ടിയപ്പോ പേടിച്ച നീയൊക്കെ ഒരു ഗോസ്റ്റിനെ മുന്നിൽ കണ്ടാൽ പേടിച്ച് ചത്തു വീഴുമല്ലോ. നിങ്ങളാണോ 5 സുന്ദരികള്? നിങ്ങൾ 5 സുന്ദരികളല്ല, 5 പൂച്ച കുട്ടികളാ.